ഹലോ അച്ഛന്മാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ചേട്ടോ. ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ആനിവേഴ്സറിക്ക് പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ കയ്യിൽ ഇത് ഫ്രെയിമും കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ വീട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോകണം, കയറണം. നമ്മളെ കൂട്ടാൻ്റെ വൈഫിനാണ് പ്രാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ അവനെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാങ്ക് കാണാം, വീഡിയോ കാണാം. താത്താ, ഹസൻ്റെ വൈഫിൻ്റെ വീടല്ലേ? വൈഫ് ആളാണോ? അതെ, ഹസൻ ഗൾഫിലല്ലേ? അത് ഒരു 4-5 മാസം മുന്നേ എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഗൾഫിൽ പോകണ മുന്നേറ്റ്. അപ്പോൾ ഒരു മാസത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എടുത്ത് നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ അറിയാം, വീടിൻ്റെ വീട് അണ്ടത്തോടാ പറഞ്ഞിട്ടുണ്ട്. അജ്മലിൻ്റെ പേര് മുന്നേ പറഞ്ഞിട്ടില്ല. വിളിച്ച എന്താ ഓനെ അതിൻ്റെ വൈഫ് എന്ത് ചെയ്യണം? ഒരു മാസം ഇന്ത്യയിൽ നിന്ന് മേടിച്ചതാ. അവൻ പോകുമ്പോൾ ഞാൻ അവിടെ കമ്പനി വർക്ക് ചെയ്തിരുന്നേ. ഞാൻ ഇപ്പോൾ ഡ്രൈവറായിട്ട് റെയിൽ മാർക്കറ്റിൽ അവിടെ ഉള്ളത്. അപ്പോൾ 4 മാസമായി ഇപ്പോൾ. ഒരു വള അപ്പോൾ മെസ്സേജ് ഒന്നും എടുക്കണമെന്നില്ല. അപ്പോൾ മെസ്സേജ് ഒന്നും നോക്കണില്ല അവന്. അപ്പോൾ ഓൻ മുന്നേ പറഞ്ഞിരുന്നു ഇവിടെ വീട് എന്ന് പറഞ്ഞത്. അപ്പോൾ അവന് കുറച്ച് അന്വേഷിച്ച് വന്നപ്പോൾ അപ്പോൾ ഇവിടെ പറഞ്ഞ കടക്കാരൻ പറഞ്ഞ അപ്പുറത്ത് അഡ്രസ്സ് കിടക്കാറില്ല. അവർ പറഞ്ഞു ഇങ്ങനെ ഇവിടെ പോയേക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഓട്ടോറിക്ഷ മനസ്സിലായില്ല, അവരെ കൂടി ഇതറിയാം, വണ്ടി അറിയാം. അവൻ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നോട് പറഞ്ഞുള്ളതാണ്. അപ്പോൾ അവൻ എന്താ പറഞ്ഞേ? ഇതിൽ പരിഹാരം എപ്പോഴാ നീ ചോദിച്ചു? എന്നെടുത്തരാ? ഇത് അർജന്റായിരുന്നു. 4 മാസമായില്ല. പെങ്ങളെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞ് ജനുവരില്ല. അപ്പോൾ അടുത്തരാന്ന് അതിന് മുന്നേ പറഞ്ഞ. ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് ജോൺ ഗൾഫിലോ മെസ്സേജ് എടുത്ത് നോക്കാണ്ട് അതായി. ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ എങ്ങനെ? ഇപ്പോൾ നമ്പർ കൊണ്ടുണ്ട്, കൊണ്ടുവന്ന് വരച്ചാൽ മതി. ഈ മാസം ലാസ്റ്റ് എന്തായിട്ടുണ്ട് എനിക്കതറിയില്ലായിരുന്നു. എന്താ ചെയ്യാ? അങ്ങനെ എപ്പോഴും നോക്കി തല്ലുകൂട്ടത് മാത്രമല്ലേ. അത് ചോദിച്ചൊക്കെ ഉറപ്പാന്ന് ചോദിച്ചു. ഇനി അങ്ങനെ പോയില്ല കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നല്ല രീതിക്കല്ലേ പോകുന്നത്. നമ്മൾ കുറേ ചോദിക്കണം. ഇല്ല, ഈ മാസം ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. അവന് ഫോണിലുണ്ടാ? അവൻ ചോദിച്ചോ? ലൗഡ് ഇട്ടിട്ട് ചോദിച്ചു. കട്ടാക്കിയോ? ലൗഡ് ഇട്ടോ? എന്നിട്ട് തരും. ലൗഡ് ഇട്ടോ? ശരിയാ. ഞാനിതാക്കുന്നു, പേടിക്കണ്ട. എനിക്കിതറിയില്ലായിരുന്നു. ഞാൻ ഇത് തരാം പഠിച്ചാൽ റമളാനായിട്ട് ഞാൻ നാളെ പറയല്ലേ. എനിക്കിതറിയില്ലായിരുന്നു. ഞാൻ ഉറപ്പ് പറഞ്ഞു കേട്ടോ. ഈ മാസം ലാസ്റ്റ് ഉണ്ടായാലും ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങളെന്തൊരു വിശേഷമല്ലേ?
എന്തായിരിക്കും? നിൽക്കാനാണോ? ഹാപ്പി ആനിവേഴ്സറി. ആരോഗ്യം അറിയാലോ. എടുത്തെടുത്തോ, ഓരോന്നെടുത്തോ. കാലം വരെ ചെയ്യാത്ത ഒരാളായി അത്ഭുതം പോലെ മൂന്നാല് കൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇരുന്നു. അപ്പോൾ ഇതുപോലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞതാ അവന്. അവൻ്റെ വക കേക്ക് ഡ്രസ്സുണ്ട്, ഫ്രെയിമുണ്ട്. ഫ്രെയിം ഒന്ന് വിളിച്ചു നോക്കാം. അവനോട് എന്ത് പറയാനുള്ളത്? അവനോട് എന്ത് പറയാനുള്ളത്? കരയണ്ട കരയണ്ട. ഓ സെറ്റല്ലേ? അസം മുറിക്കല്ലേ? കട്ടായി എടുക്കുക. അവൾക്കൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട്